സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്ക് വേണ്ടി കൊച്ചിയിൽ നിന്ന് ലാവോസിലേക്ക് മനുഷ്യക്കടത്തെന്ന് പരാതി. കേസിൽ പള്ളുരുത്തി സ്വദേശി അഫ്സർ അഷറഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആകെ 3 പ്രതികൾ എന്നാണ് എഫ്ഐആറിലുള്ളത്. ഓൺലൈനിലൂടെ ആളുകളെ കബളിപ്പിച്ച് പണം തട്ടലായിരുന്നു ജോലിയെന്ന് മനുഷ്യക്കടത്തിനിരയായ രാമേശ്വരം സ്വദേശിയുടെ പരാതിയിൽ പറയുന്നു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഈ പരാതി എന്താണ്? ഒപ്പം എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ കൂടി. അനുജ ഫോർട്ട് കൊച്ചി സ്വദേശി ആണ് പരാതി നൽകിയത്. പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ വർഷം മെയ്യിൽ പരാതിക്കാരനെ ചൈനയിലേക്ക് എന്ന് പറഞ്ഞ് 50,000 രൂപ ജോലിക്ക് എന്ന് പറഞ്ഞ് 50,000 വാങ്ങുകയും അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് ഇയാളെ തായ്ലൻഡിലേക്കാണ് ആദ്യം എത്തിച്ചത്. അവിടെ നിന്ന് റോഡ് മാർഗം ലാവോസിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴാണ് ഇവിടുന്ന് പോയി പറഞ്ഞപ്പോൾ ടെലികോളിംഗ് ജോലി എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഇത് സൈബർ തട്ടിപ്പിന്റെ സംഘമാണെന്ന് മനസ്സിലായത്. ഒരു ദിവസം 20 മണിക്കൂറിലധികം ജോലി ചെയ്യണം. ജോലി ചെയ്തില്ല എങ്കിൽ ഷോക്ക് ഉൾപ്പെടെ നൽകി ജോലി ചെയ്യിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതിക്രൂര പീഡനമാണ് തനിക്ക് ഏറ്റതെന്ന് ഈ പരാതിക്കാരന്റെ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ മനുഷ്യക്കടത്ത് എലമെന്റ് വരുന്നത് തായ്ലൻഡിൽ നിന്ന് അനധികൃതമായ റോഡ് മാർഗം ലാവോസിലേക്ക് കടത്തുന്നു എന്നുള്ളതാണ്. കേസുമായി ബന്ധപ്പെട്ട് ഇവരെ ഈ പരാതിക്കാരനെ ലാവോസിലേക്ക് എത്തിച്ച പള്ളുരുത്തി സ്വദേശിയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സൈബർ സ്ലേവറി എന്നുള്ളതാണ് പോലീസ് ഇതിന് നൽകുന്ന വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 70-ലധികം ആളുകൾ കേരളത്തിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഇവരുടെ പ്രധാന പണി ഈ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടുന്നതാണ് ഇവരുടെ ജോലി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ ഒടുവിൽ വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ട് ഇന്ത്യൻ എംബസി വഴിയാണ് നിലവിൽ കൊച്ചിയിലേക്ക് എത്തിയത്. കൊച്ചിയിൽ എത്തിയ പാടെ തന്നെ ഇയാൾ NIA ഓഫീസിലെത്തി. തുടർന്ന് അവിടെ നിന്ന് ഫോർവേഡ് ചെയ്ത പ്രകാരമാണ് തോപ്പുംപടി പോലീസിൽ പരാതി നൽകിയത്. പരാതി അന്വേഷിച്ചാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. ഈ ചൈനീസ് കമ്പനിയിലെ 2 പേരെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. അനുജ, കൊച്ചിയിൽ നിന്ന് ലാവോസിലേക്ക് മനുഷ്യക്കടത്ത് എന്ന പരാതിയിലാണ് ഇപ്പോൾ പള്ളുരുത്തി സ്വദേശി അഫ്സർ അഷറഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആകെ 3 പ്രതികളുണ്ട് എന്നതാണ് എഫ്ഐആറിൽ പറയുന്നത്. ഓൺലൈനിലൂടെ ആളുകളെ കബളിപ്പിച്ച് പണം തട്ടലായിരുന്നു ഇവരുടെ ജോലി എന്നതാണ് പരാതി.